നമസ്കാരം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചരിത്രകാലം മുതൽ നിരവധി ഭരണാധികാരികളുടെ വളർച്ചയ്ക്കും വീഴ്ചയ്ക്കും സാക്ഷ്യം വഹിച്ച ബീഹാർ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആര് നേടും ആര് പരാജയപ്പെടുമെന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയാറുള്ള സംസ്ഥാന രാഷ്ട്രീയത്തിൽ കരുനീക്കങ്ങൾ അപ്രതീക്ഷിതമായിരിക്കും. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധം ശക്തമായ ആധിപത്യം നേടിയെടുക്കാനാണ് മുന്നണികൾ ശ്രമിക്കുന്നത്. ഭാരതത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 243 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന സംസ്ഥാനമാണ് ബീഹാർ. പുരാതന ഭാരതത്തിലെ പാടലീപുത്രവും നളന്തയും ഗയയും ഉൾപ്പെടുന്ന മഗധ സാമ്രാജ്യം. 1952 മുതൽ 90 വരെ കോൺഗ്രസാണ് ബീഹാർ അടക്കി ഭരിച്ചത്. 90-ന് ശേഷം ജനതാദൾ രാഷ്ട്രീയത്തിന് വഴിമാറിയ സംസ്ഥാനത്ത് ഇന്ന് ദേശീയതയുടെ കാഹളം ഉയർന്നു കേൾക്കാം. ഭാരത് മാതാ കി, ഭാരത് മാതാ കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാനായി NDAയും മഹാസഖ്യവും മത്സരിക്കുമ്പോൾ നിർണായക ശക്തിയായി മാറാനാണ് LJP ഉൾപ്പെടെയുള്ള ചെറുകക്ഷികളുടെ പരിശ്രമം. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ബീഹാറിൽ NDA കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളും രാജ്യത്തിന്റെ കരുത്തനായ ഭരണാധികാരി നരേന്ദ്രമോദിയുടെ വികസന നേട്ടങ്ങളും മുൻനിർത്തി നടത്തുന്ന പ്രചരണത്തിലൂടെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ തുടർഭരണം ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് NDA നേതൃത്വം. हम 3/4 से 3/4 से ज्यादा सीटों पे जीतेंगे और लास्ट 15 इयर्स में जो काम NDA गवर्नमेंट ने किया है और जो माननीय प्रधानमंत्री श्री नरेंद्र भाई मोदी जी ने पूरे देश में कार्य किया है, उसके बदौलत हम 3/4 मेजॉरिटी लेंगे. घनघोर घटा कुछ भाग्य प्रबल साजे दल बल कोशी कलक गंगा निर्झर है सोन सजल है आत्मनिर्भर की पुकार है आत्मनिर्भर की पुकार जागा. നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രിയുടെ ഭരണപരിചയവും ദുർബലമായ പ്രതിപക്ഷവും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് BJPയും ജനതാദളും കരുതുന്നത്. NDA का BJP का बहुत लहर है बिहार में और इस लहर का ये रिजल्ट आ रहा है कि ओपिनियन पोल हमें 160 सीट दे रहे हैं, जबकि वी नीड ओनली 122 सीट फॉर मेकिंग अगेन गवर्नमेंट इन बिहार. Then I think the opposition people like Tejasvi ji and Male and Congress they are getting frustrated और उन लोगों के अब वो लोग गाली गलौज पे उतर रहे हैं. They are abusing our leader Nitish Kumar, Narendra Modi ji. That is the frustration of opposition, and I think we are going to make clear majority in Bihar elections. മുൻ മുഖ്യമന്ത്രി ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയും ഇത്തവണ NDA സഖ്യത്തിനൊപ്പമാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തെ എതിർക്കുന്ന എല്ലാ പാർട്ടികളെയും കൂട്ടുപിടിച്ച് മഹാസഖ്യം രൂപീകരിച്ചാണ് തിരിച്ചുവരവിനായി രാഷ്ട്രീയ ജനതാദൾ കളത്തിലിറങ്ങിയത്. മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന്റെ അഭാവത്തിൽ മകൻ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്നുണ്ടായ പാളയത്തിൽ പടയോടെയായിരുന്നു മഹാസഖ്യത്തിന്റെ തുടക്കം. മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ കടന്നാക്രമിച്ചുകൊണ്ട് ബീഹാറിൽ ഭരണമാറ്റം അനിവാര്യമാണെന്ന പ്രചരണത്തോടെയാണ് RJD ജനങ്ങൾക്കിടയിൽ ഇറങ്ങുന്നത്. People won't change. बदलाव होने वाला है. BJP is telling about the विकास की बात करता है BJP और RJD की बात करता है. BJP विकास की बात ही नहीं कर रही ना, वो तो नहीं जी हमने बोल रही है. We talking about unemployment. തെരഞ്ഞെടുപ്പിന് മുൻപ് RJDയിൽ നിന്നുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും ഭരണരംഗത്ത് തേജസ്വി യാദവിനുള്ള പരിചയക്കുറവും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്.
അതോടൊപ്പം ലാലു പ്രസാദ് സർക്കാരിന്റെ ദുർഭരണം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള എൻഡിഎയുടെ പ്രചരണവും ആർജെഡിക്ക് തിരിച്ചടിയാകും. बिहार के लोगों ने जंगल राज को, डबल युवराजों को सिरे से नकार दिया है, लेकिन बिहार की जनता जानती है कि कौन बिहार के विकास के लिए प्रतिबद्ध है और कौन अपने परिवार के विकास के लिए। आज बिहार में परिवारवाद हार रहा है, जनतंत्र फिर से जीत रहा है। आज बिहार में रंगबाजी और रंगदारी हार रही है, विकास फिर से जीत रहा है। आज बिहार में अहंकार हार रहा है और परिश्रम फिर से जीत रहा है। आज बिहार में घोटाला हार रहा है और लोगों का हक फिर से जीत रहा है। आज बिहार में गुंडागर्दी हार रही है, कानून का राज वापस लाने वाले फिर जीत रहे हैं। മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നിതീഷ് കുമാർ 4ാം തവണയും കളത്തിലിറങ്ങുമ്പോൾ എൻഡിഎയുടെ തുടർഭരണത്തിനൊപ്പം ബീഹാറിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വളരുക എന്നത് തന്നെയാണ് ബിജെപിയുടെ രാഷ്ട്രീയ അജണ്ട. ജമ്മു കാശ്മീരും അയോധ്യയും ഉൾപ്പെടെയുള്ള ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളും മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളുമാണ് ബിജെപിയുടെ ആയുധം. അതോടൊപ്പം എൻഡിഎ വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ചിരാഗ് പാസ്വാൻ നേട്ടമുണ്ടാക്കുമോ എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 1.5 വർഷം കഴിഞ്ഞാണ് ആർജെഡിയുമായുള്ള കൂട്ടുഭരണം അവസാനിപ്പിച്ച് നിതീഷ് കുമാർ ബിജെപിയുമായി ചേർന്ന് സഖ്യ സർക്കാർ രൂപീകരിച്ചത്. ഇത്തവണയും ബിജെപിയുമായി ചേർന്ന മുഖ്യമന്ത്രി കസേരയ്ക്കായി നിതീഷ് കുമാർ കളത്തിലിറങ്ങുമ്പോൾ വീഴ്ത്താനുള്ള ജനപിന്തുണ പ്രതിപക്ഷത്തിന് ലഭിക്കുമോ എന്നതും സംശയമാണ്. 1980 മുതൽ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള ബിജെപി ഇത്തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വളർന്ന ബീഹാറിലെ പ്രാദേശിക രാഷ്ട്രീയവാദങ്ങൾക്ക് മുകളിൽ ദേശീയതയുടെ വിജയക്കൊടി ഉയർത്തിക്കെട്ടാനുള്ള തീരുമാനത്തിലാണ്. एनडीए का यही ट्रैक रिकॉर्ड आज बिहार के जन जन को आश्वस्त करने वाला है। एनडीए ने, भाजपा ने विकास का जो रोड मैप अपने मैनिफेस्टो में खींचा है, उस पर तेजी से अमल होगा, ये तय है। आत्मनिर्भर बिहार का जो संकल्प लिया है, उस पर हम और तेजी से आगे बढ़ेंगे। आत्मनिर्भर बिहार में उद्योगों के लिए नए अवसर बनेंगे, युवाओं के लिए रोजगार, स्वरोजगार के अवसर बनेंगे, गरीबों के लिए जो 10% गरीबों के लिए जो 10% आरक्षण की व्यवस्था की गई है, उसका लाभ भी इस क्षेत्र के युवाओं को मिल रहा है. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും രാമക്ഷേത്ര നിർമ്മാണം, മുത്തലാഖ് നിരോധനം, പൌരത്വ നിയമ ഭേദഗതി തുടങ്ങിയ വിഷയങ്ങളും സജീവമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ബിജെപിയുടെ പ്രചരണം. കൂടാതെ തെരഞ്ഞെടുപ്പിൽ ആർജെഡിയും കോൺഗ്രസും തീവ്ര നിലപാടുള്ള രാജ്യവിരുദ്ധ ശക്തികളുമായി കൂട്ടുകൂടുന്നുവെന്ന ആരോപണവും ബിജെപി ജനങ്ങൾക്ക് മുൻപിൽ വെക്കുന്നു. महागठबंधन आज मेरे लिए राजनीतिक दल के रूप में लड़ाई लड़ रहे हैं. मेरे लिए वो चैलेंज नहीं है. वो जो करना चाह रहे हैं, बिहार की जनता देख रहा है उन्होंने क्या किया है. एक माले पार्टी है जो उग्रवादियों की पार्टी है, जो गांव में किसानों के बीच, मजदूरों के बीच खूनी क्रांति किया. उनके गठबंधन में एक पार्टी हुआ है. ये खुद लालू जी के विरासत को, पुराने दिनों में सामाजिक विद्वेष, डिफरेंसेज, उस डिफरेंसेज को फिर से पैदा करने की कोशिश कर रहे हैं. उधर कांग्रेस पार्टी
दरभंगा जिले के जाले सीट पर उस्मानी को लड़ाया है और वो उस्मानी कह रहा है कि मैं तो जिन्ना के मानने वाले लोग हैं, उनके ऊपर केस भी हुआ है वही है। तो एक तरफ जिन्ना के लोग मानने वाले हैं इनके गठबंधन में, दूसरे तरफ समाज में हत्या, विषमता किसान और मजदूरों के बीच, और तीसरे तरफ खुद आरजेडी नेता तेजस्वी यादव समाज में खाई पैदा करने के लिए पिताजी की तरह लालू जी की भाषा बोल रहे हैं, विद्वेष फैलाने के लिए। കേന്ദ്രത്തിൽ എൻഡിഎയുടെ സഖ്യകക്ഷിയായ ലോക് ജനശക്തി പാർട്ടി നിതീഷ് കുമാറിനോടുള്ള വിയോജിപ്പ് പരസ്യമാക്കി ഇത്തവണ ഒറ്റയ്ക്കാണ് ബീഹാറിൽ മത്സരിക്കുന്നത്. നിതീഷ് കുമാർ ഇനി മുഖ്യമന്ത്രിയാകില്ലെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം ബിജെപിക്ക് പിന്തുണ നൽകി ബീഹാറിൽ പുതിയ സർക്കാർ രൂപീകരിക്കുമെന്നുമാണ് രാംവിലാസ് പാസ്വാന്റെ വിയോഗത്തിന് ശേഷം എൽജെപിയെ നയിക്കുന്ന ചിരാഗ് പാസ്വാൻ മുൻപോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം. I am very confident that our party will perform well, and my mission of forming the government with Bharatiya Janata Party and Lok Jan Shakti Party, I think we'll be able to fulfill that mission. And yes, the current chief minister will never ever be the chief minister of my state after 10th of November. Well, I think we'll be winning maximum number of seats. पूरा विश्वास है, कॉन्फिडेंस है, the kind of reactions that we are getting, so that confirms my belief that we'll be winning maximum number of seats, and together BJP LJP will form the government. കഴിഞ്ഞ തവണ 20% വോട്ട് പങ്കാളിത്തം നേടിയ എൽജെപി ഇത്തവണ 138 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഇതിൽ 90% മണ്ഡലത്തിലും ജെഡിയുവിനെതിരാണ് എൽജെപിയുടെ മത്സരമെന്നതും രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ടുതന്നെ നിർണായക ശക്തിയായി മാറാനുള്ള ചിരാഗ് പാസ്വാന്റെ ശ്രമം രാഷ്ട്രീയ സമവാക്യങ്ങളെ സ്വാധീനിക്കുമോ എന്ന് കണ്ടറിയണം. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കളത്തിൽ നിറഞ്ഞാടുമ്പോൾ പോയ കാലത്തിൽ നഷ്ടപ്പെട്ട പ്രതാപത്തിന്റെ ഓർമ്മകളിലാണ് കോൺഗ്രസും ഇടത് പാർട്ടികളും. 1990 വരെ ബീഹാർ അടക്കി ഭരിച്ച കോൺഗ്രസും ശക്തമായ വേരോട്ടമുണ്ടായിരുന്ന CPI ഉൾപ്പെടെയുള്ള ഇടത് പാർട്ടികളും ബീഹാർ രാഷ്ട്രീയത്തിൽ ഇന്ന് തീർത്തും അപ്രസക്തമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40-ൽ 39 സീറ്റുകളും NDA പിടിച്ചെടുത്തപ്പോൾ വെറും ഒരു സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു കോൺഗ്രസിന്. പ്രാദേശികവാദമുയർത്തി ജനതാദളും ദേശീയത ഉയർത്തി ബിജെപിയും കടന്നുവന്നതോടെയാണ് 1952 മുതൽ 80കളുടെ അവസാനം വരെ ബീഹാർ ഭരിച്ച കോൺഗ്രസിന്റെ തകർച്ച ആരംഭിച്ചത്. 2010 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 4 സീറ്റിലേക്ക് ഒതുങ്ങിയ കോൺഗ്രസ് നിലനിൽപ്പിനായി ആർജെഡിക്ക് പിന്നിൽ അണിനിരന്നിട്ടും 23 സീറ്റുകളാണ് 2015 നേടിയത്. അതുകൊണ്ടുതന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ബീഹാറിൽ പിടിച്ചു നിൽക്കാനുള്ള അവസാനവട്ട ശ്രമമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തുന്നത്. ബംഗാളിനും ത്രിപുരയ്ക്കും പുറമെ 90കളുടെ തുടക്കത്തിൽ തന്നെ CPI ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ ബീഹാറിൽ തകർന്നടിഞ്ഞിരുന്നു. ഒരു കാലത്ത് നിയമസഭയിൽ വ്യക്തമായ സ്വാധീനമുണ്ടായിരുന്ന CPI പതിറ്റാണ്ടുകൾക്ക് ശേഷം കോൺഗ്രസിനും ആർജെഡിക്കുമൊപ്പം ചേർന്ന് 6 സീറ്റിലാണ് മത്സരിക്കുന്നത്. ആശയവും സ്വാധീനവും നഷ്ടപ്പെട്ട CPM ആകട്ടെ മത്സരിക്കുന്ന 4 സീറ്റിൽ പശുക്കൾക്ക് മികച്ച ചികിത്സയും ഭക്ഷണവും ലഭിക്കാൻ വോട്ട് ചെയ്യണമെന്ന മുദ്രാവാക്യമാണ് വിളിക്കുന്നത്. आप बिल्कुल ठीक कह रहे हैं कि लेफ्ट का एक समय यहाँ पर बहुत अच्छा प्रेजेंस था, बहुत अच्छी ताकत थी, और धीरे धीरे वो ताकत जो है वो कम हुई. और इसके वजह तो कई सारे हैं, उसमें जाया जा सकता है. ജാതി സമവാക്യങ്ങൾക്കും പ്രാദേശിക രാഷ്ട്രീയവാദത്തിനും ഏറെ പ്രാധാന്യമുള്ള ബീഹാറിൽ
സമർത്ഥമായ രാഷ്ട്രീയ നിലപാടുകളിലൂടെ വോട്ട് സമാഹരിക്കുക എന്ന തന്ത്രമാണ് മുന്നണികൾ സ്വീകരിക്കുന്നത്. അടിസ്ഥാന വികസന ചർച്ചകൾക്കപ്പുറം ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും ഫലം നിർണ്ണയിക്കുന്നത് ജാതി സമവാക്യങ്ങൾ തന്നെയാണ്. കൂടാതെ കാർഷിക മേഖലയെ ഒപ്പം നിർത്താനും മുന്നണികൾ ശ്രമിക്കുന്നുണ്ട്. വികസനവും അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളും ചർച്ച ചെയ്യുമ്പോഴും ബീഹാറിന്റെ രാഷ്ട്രീയ മണ്ഡലത്തെ സ്വാധീനിക്കാനും സ്ഥാനാർത്ഥികളുടെ വിജയം തീരുമാനിക്കാനും ഒരു പരിധിവരെ ഇപ്പോഴും ജാതി സമവാക്യങ്ങൾക്ക് സാധിക്കുമെന്നതാണ് വസ്തുത. ഭോജ്പൂർ, പട്ന കൂടാതെ തെക്കൻ ബീഹാറിലെ നഗരപ്രദേശങ്ങൾ ബിജെപിക്കും, കുറുമി വോട്ടുകൾ നിർണായകമായ നളന്ദ മേഖല ജെഡിയുവിനുമൊപ്പം നിൽക്കുമെന്നാണ് NDA കണക്കുകൂട്ടുന്നത്. യാദവ് വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രമായ ഗോപാൽഗഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA പിടിച്ചെടുത്തിരുന്നു. എങ്കിലും ഗോപാൽഗഞ്ച്, വൈശാലി തുടങ്ങിയ മേഖലകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് RJD. കർഷകർ ആരെ പിന്തുണയ്ക്കുമെന്നതും നിർണായകമാകും. ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്നും കർഷകരെ സംരക്ഷിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ കാർഷിക നിയമങ്ങളും കിസാൻ സമ്മാൻ യോജന ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് കർഷകരുടെ പിന്തുണ നേടാൻ BJPയും NDAയും ശ്രമിക്കുന്നത്. मिला पैसा मिला, काम ठीक है, सरकार ऐसे ही होना चाहिए हैं कि सब काम क्या तो हम लोग उनको बधाई देते हैं कि वैसा सरकार हमको लोग का होना चाहिए. देखिए, केंद्र सरकार का जो बिल आया है किसानों के हित में तो अच्छा है, लेकिन सरकार को एक अध्यादेश लाना चाहिए जिसमें एक कानून होना चाहिए कि आप मार्केट सेलिंग प्राइस MSP से कम नहीं लेना है, और जो भी बिचौलिया या कोई भी अगर MSP से कम दाम पे लेता है तो उस पर मुकदमा दर्ज होना चाहिए, और किसान के हित में सरकार को एक अध्यादेश लाना चाहिए. അധികാരത്തിലേറിയാൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾ റദ്ദാക്കുമെന്നാണ് RJDയും കോൺഗ്രസും കർഷകർക്ക് നൽകുന്ന വാഗ്ദാനം. കേന്ദ്ര സർക്കാരിന്റെ സഹായം ലഭിക്കുന്നുണ്ടെങ്കിലും കാർഷിക മേഖലയുടെ വികസനത്തിനായി സംസ്ഥാന സർക്കാർ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. अभी तक हम किसान भाइयों को सरकार से बहुत आशा थी. जब से आजादी हम लोगों को मिली तो किसान ही एक देश का आधार था, जिसने कभी जीवन, किसी के लिए अगर जीवन देना हो तो उसके लिए भोजन चाहिए. कृषि बिल बहुत अच्छी बिल है सरकार का, लेकिन वो पेपर में सिर्फ न रह जाए. मैं चाहता हूं कि वो हम किसानों के खेत तक पहुंचे और उसके लाभ हम किसान भाई ले पाए. हो सकता है कि इससे किसानों का भाग्य, जो सरकार कहती है कि मैं किसानों का आमदनी दुगना करना चाहता हूं, तो उसमें एक ये जो मील का पत्थर है वो दूर हो जाएगा. രാഷ്ട്രീയത്തിനപ്പുറം ചരിത്രത്തിനും ഏറെ പ്രാധാന്യമുള്ള മണ്ണാണ് ബീഹാർ. സാംസ്കാരിക തനിമയോടെ തലയുയർത്തി നിന്നിരുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽപ്പെട്ട ഭൂപ്രദേശം. വിശ്വപ്രസിദ്ധമായ നളന്ദ സർവകലാശാല നിലനിന്നിരുന്നതും ഇവിടെയാണ്. കൂടാതെ മുഹമ്മദ് ഗിൽജിയുടെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെയും അടക്കം നിരവധി അധിനിവേശങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണുകൂടിയാണ് ബീഹാറിന്റേത്. ബീഹാറിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ വിട്ടുപോകാൻ സാധിക്കാത്തതാണ് ഈ ഭൂമിയുടെ സാംസ്കാരിക ചരിത്രവും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബുദ്ധമതത്തിന് വേരോട്ടമുണ്ടായിരുന്ന പുരാതന ഭാരതത്തിന്റെ വൈജ്ഞാനിക കേന്ദ്രം. ഇന്നത്തെ പട്ന ഉൾപ്പെടുന്ന പാടലീപുത്രം തലസ്ഥാനമായി മൗര്യ ചക്രവർത്തിമാർ സ്ഥാപിച്ച മഗധ സാമ്രാജ്യവും ഇവിടെയായിരുന്നു. അതിനുമപ്പുറം അറിവിന്റെ ഗോപുരമായ ലോകത്തിലെ തന്നെ ആദ്യ സർവകലാശാലയായി കരുതുന്ന നളന്ദയും ഈ പ്രദേശത്തിന്റെ അഭിമാനമായിരുന്നു. സത്യത്തിൽ ബീഹാർ അത് വിഹാരങ്ങളുടെ ഭൂമിയാണ്. വിഹാരങ്ങളെന്ന് പറഞ്ഞാൽ ബൗദ്ധ വിഹാരങ്ങൾ. പല കാര്യത്തിലും ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്ന ഒരു ശ്രേഷ്ഠ പ്രദേശമാണ് സത്യത്തിൽ ബീഹാർ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഭാരതത്തിൻ്റെ സർവകലാശാല അത് നളന്ദയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ നളന്ദ അത് ബൗദ്ധ ആചാര്യന്മാർ, പല ശാസ്ത്രജ്ഞന്മാർ, ഭാഷാവിദഗ്ധന്മാർ,
അതേപോലെ അന്തരീക്ഷ നിരീക്ഷകർ ഒക്കെയുള്ള നമ്മുടെ പൂർവിക ആചാര്യന്മാർ, സന്യാസിമാർ ബൗദ്ധ ഭരണത്തിന് കീഴിൽ സ്ഥാപിച്ച മഹത്തായ സർവകലാശാലയാണ്. ആ സർവകലാശാലയാണ് പൊതുവേ ലോകത്തിലെ തന്നെ ഒന്നാമത്തെ സർവകലാശാലയായി കണക്കാക്കപ്പെടുന്നത്. ഇതേപോലെ ആദ്യത്തെ നോവൽ, ഭാരതീയ നോവൽ കാദംബരി, അതും ബീഹാറിലെ സംഭാവനയാണ്. അറിയപ്പെടുന്ന ചരിത്രത്തിലെ ആദ്യ റിപ്പബ്ലിക്കുകൾ, ജനാധിപത്യ റിപ്പബ്ലിക്കുകൾ നിലനിന്നിരുന്ന പ്രദേശമായി ബീഹാറിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് മഹാനായ ബാബാ സാഹേബ് അംബേദ്കർജി അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ചർച്ചകൾക്ക് ശേഷം ഭരണഘടന അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണത്തിലും അത് സൂചിപ്പിക്കുന്നുണ്ട്. വാപിയെക്കുറിച്ചും ചമ്പയെക്കുറിച്ചും അത്തരം സ്ഥലങ്ങളെക്കുറിച്ച്. ഇതേപോലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പൗരാണികമായ സാമ്രാജ്യങ്ങൾ നിലനിന്നിരുന്ന പ്രദേശങ്ങളും ആ സാമ്രാജ്യങ്ങളുടെ ചരിത്രം വേദപൂർവ്വകാലത്ത് പോലും ഉണ്ട് എന്നാണ് പരാമർശിക്കപ്പെടുന്നത്. 12ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഖിൽജിയുടെ അക്രമത്തിലാണ് അറിവിന്റെ ഗോപുരങ്ങൾ തകർന്നു വീണത്. പിന്നീട് നിരവധി വൈദേശിക ശക്തികളുടെ അധിനിവേശത്തിന് ബീഹാർ സാക്ഷ്യം വഹിച്ചു. വൈദേശിക ആക്രമണങ്ങൾക്കെതിരെയുള്ള എല്ലാ കാലത്തുമുള്ള ചെറുത്തുനിൽപ്പ് ഏറ്റവും ശക്തമായി നടന്ന പ്രദേശവുമായിരുന്നു. അത്രയ്ക്ക് സംസ്കാര സമ്പന്നരും സ്വധർമ്മ അഭിമാനികളുമായിരുന്ന ജനങ്ങളാണ് ബീഹാറിലുള്ളത്. അത് ചന്ദ്രഗുപ്തൻ്റെ തിരിച്ചടിയോട് കൂടിയിട്ട്, അതേപോലെ മറ്റ് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ അതിശക്തമായ മുന്നോട്ടുള്ള വരവ്, മൗര്യ സാമ്രാജ്യത്തിൻ്റെ വരവ് കാലത്ത് ഗ്രീക്കന്മാർക്കും ഹൂണന്മാർക്കും ഒക്കെ എതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ഏറ്റവും ശക്തമായി നടന്ന പ്രദേശമാണ്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെയും കേന്ദ്ര പ്രദേശം ബീഹാറിൻ്റെ പ്രദേശങ്ങളായിരുന്നു നമുക്ക് കാണാം. 1912 ബംഗാൾ പ്രസിഡൻസിയിൽ നിന്ന് ഒറീസയും ബംഗാളും വേർപെട്ടതിന് ശേഷം നോക്കുമ്പോഴും ആ ബംഗാൾ പ്രവിശ്യയിലാണ് ഏറ്റവും ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ. അതിൽ 1857 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥകളാണെങ്കിലും പിന്നീട് ഗാന്ധിയൻ പോരാട്ടങ്ങളുടെ ചമ്പാരൻ സത്യാഗ്രഹമൊക്കെ നടന്നത് ബീഹാറിൻ്റെ പ്രദേശത്ത് തന്നെയാണ്. പിന്നീട് നമ്മൾ മുന്നോട്ട് വന്നാൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള, അതും ഒരർത്ഥത്തിലുള്ള ഒരു ഭാരതത്തിൻ്റെ ജനാധിപത്യ സമ്പ്രദായത്തെ തകർക്കാനുള്ള ഒരു ശ്രമമായിരുന്നല്ലോ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ. ആ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിനും നേതൃത്വം കൊടുത്ത ലോക്നായക് ജയപ്രകാശ് നാരായണൻ, അദ്ദേഹം ബീഹാറുകാരനാണെന്ന് മാത്രമല്ല, ബീഹാർ മൂവ്മെൻറ്റ്, ബീഹാർ പ്രസ്ഥാനമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള പോരാട്ടമായി രൂപപ്പെട്ടത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നിരവധി രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ ബീഹാർ ഭരിച്ചെങ്കിലും വിദ്യാഭ്യാസം ഉൾപ്പെടെ പല മേഖലകളിലും മുൻനിരയിലേക്ക് വരാൻ സംസ്ഥാനത്തിന് സാധിച്ചിട്ടില്ല എന്നതും വസ്തുതയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ പ്രചരണം നയിച്ച NDA നേതൃത്വം ബീഹാറിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ലാലു പ്രസാദ് സർക്കാരിന്റെ തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞും നിതീഷ് കുമാറിനെ വിമർശിച്ചും തേജസ്വി യാദവിലൂടെ തിരിച്ചുവരവിനായി RJD നടത്തുന്ന ശ്രമങ്ങൾക്ക് ജനപിന്തുണ ലഭിക്കുമോ എന്നതും കാത്തിരുന്നു കാണാം. അതോടൊപ്പം LJP ഉൾപ്പെടെയുള്ള ചെറുകക്ഷികളുടെ ഭാവി നിർണ്ണയിക്കുന്നത് കൂടിയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം. ഏതായാലും ബീഹാറിലെ ജനങ്ങൾ ആരെ അധികാരത്തിലേറ്റുമെന്നറിയാൻ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കാം.